എത്ര നേരമായിട്ട് കാത്തു നിൽക്കാടി. എന്തേലും ഉത്തരവാദിത്വം ഉണ്ടോ? കേറ്, ക്ലാസ് തുടങ്ങാറായി. കോളേജ് കഴിയാനേ ഇനി 1 മാസം കൂടിയേ ഉള്ളൂ. നമ്മളിനി എങ്ങനെ കാണും? എനിക്കാണെങ്കിൽ കോളേജ് കഴിഞ്ഞാൽ ഇനി ഓർഫനേജിന്റെ പുറത്തിറങ്ങാൻ കൂടി പറ്റത്തില്ല. എനിക്ക് സങ്കടം വരും ആലോചിക്കുമ്പോ. നീ വിഷമിക്കണ്ട, നമുക്ക് വേറെന്തെങ്കിലും പഠിക്കാൻ പോവാ. എന്റെ ഓർഫനേജിലെ എല്ലാ കുട്ടികളെയും 10 വരെ പഠിപ്പിക്കുള്ളൂ. ഞാൻ കുറച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ടാ എന്നെ ഡിഗ്രി ചെയ്യാൻ സമ്മതിച്ച്. ദേ, നീ വിഷമിക്കാതെ. എന്തായാലും ലൈഫ് ലോങ് നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പ്രോമിസ്. അതെങ്ങനെ സാധിക്കും? ഒരു ഐഡിയ ഉണ്ട്. നീ പറ്റൂലാന്ന് പറയരുത്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ എന്ത് വേണമെങ്കിലും കേൾക്കാം. നീ പറ. നിനക്ക് എന്റെ ചേട്ടന് കല്യാണം കഴിക്കാവോ? അല്ല, ചേട്ടനിപ്പോ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. നീ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്കിതുപോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഒരുമിച്ച് കഴിയാലോ. എടാ, ഞാനൊരു ഓർഫൻ അല്ലേ. എന്നെ നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടാവോ? അതെ, അതൊക്കെ ഞാൻ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിനക്ക് ഓക്കെ ആണല്ലോ? ഇതിപ്പോ എത്രാമത്തെ കല്യാണമാടി മുടങ്ങുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് ഈ കൂട്ടരെല്ലാം ഓക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്തു പറ്റി? എല്ലാ പ്രാവശ്യത്തെ പോലെയും ജാതക ദോഷം. അത് ദൈവമേ, ഇനി എന്തോ ചെയ്യും? അമ്മ, അച്ഛാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോളെ? എന്റെ സുഹൃത്ത് മീരേനെ അറിയൂലേ? അന്നത്തെ കുട്ടിയല്ലേ? അവൾക്ക് എന്ത് സംഭവിച്ചു? അല്ല, നമ്മുടെ ചേട്ടന് വേണ്ടി മീരേനെ ആലോചിച്ചാലോ എന്ന്. അവളൊരു പാവം കുട്ടിയാ അച്ഛാ. അവളെ ചേട്ടനെ പൊന്നു പോലെ നോക്കോളും. അവന്റെ കൂടെ ഒന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം. ദേ മീര, ഇന്ന് മുതൽ നീ അനാഥയൊന്നുമല്ല. നിനക്കൊരു വീടുണ്ട്, ഒരു കുടുംബമുണ്ട്. ഇന്ന് മുതൽ ഈ വീടിന്റെ മരുമകളാ നീ. അല്ല, മകളാ നീ. കേട്ടല്ലോ? നിന്നെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാനിത് ഒരിക്കലും മറക്കില്ല കേട്ടോ. എന്നെ പോലൊരു അനാഥയ്ക്ക് ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. മതി മതി നിന്റെ സെന്റ് അടിയൊക്കെ. ഇനി മുതല് ഇങ്ങനെ ഒന്നും സംസാരിക്കണ്ട. പിന്നെ ചേട്ടൻ കാത്തിരുന്ന് ക്ഷീണിച്ച് കാണും. ഓടിച്ചില്ല. എന്റെ മീര, എന്നും ഈ കറികളെ ഉള്ളോ? അതൊന്ന് മാറ്റിപ്പിടിക്കടോ. എന്നാ പിന്നെ ഏട്ടൻ കയറി ഉണ്ടാക്ക്. എനിക്ക് ഒരു വിഷമവും ഇല്ല. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ, പിണങ്ങല്ലേ? അതെ, ഇന്ന് നൈറ്റ് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ആ, ഞാൻ റെഡി. എടോ, അനന്യ നിന്നെ വിളിക്കാറുണ്ടോ? എന്നെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്നെ അവൾ അങ്ങനെയൊന്നും വിളിക്കാറൊന്നുമില്ല. നീ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാത്തത്? അവളുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അവളാണെങ്കിൽ എന്തുണ്ടായിരുന്നാലും പറയുകയില്ല. ഓ, എനിക്ക് അവളെ വിളിക്കാനും അവളുടെ കുടുംബ പ്രശ്നം തീർക്കാനും ഒന്നും സമയമില്ല. നിനക്ക് സമയമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് സമയമുണ്ട്. കാരണം അവളെന്റെ പെങ്ങളാ. പറഞ്ഞു തീർന്നില്ല, വേണ്ട, അവള് വിളിക്കുക. മോളെ, സുഖാണോടി? എന്താ നീ വിളിക്കാത്ത?
അതെ, നിന്റെ അവിടുത്തെ ജീവിതം മതി. നീ റെഡിയായിട്ട് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരുവാ. എന്താ എന്ത് പറ്റി? എന്നത്തെയും പോലെ തന്നെ മദ്യപിച്ചു വന്ന് അവളെ ഉപദ്രവാ. അത്രേ ഉള്ളോ? അതിനാണോ അവളെ പോയി വിളിച്ചോണ്ട് വരാൻ നിൽക്കുന്നേ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ സർവ്വസാധാരണമല്ലേ? അതിനൊക്കെ ഇങ്ങനെ വിളിക്കാൻ പോയാ എങ്ങനെ ശരിയാവും? നിനക്കങ്ങനെ പലതും പറയാം. അവളെന്റെ പെങ്ങളാ. ഞാൻ ഇപ്പൊ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. അല്ല, അപ്പൊ സിനിമ? അയ്യോ, എന്തു പറ്റി മോളെ? അവനെ ഒരുപാട് ഉപദ്രവിച്ചാ? എനിക്ക് മടുത്തമ്മേ അവിടെ. മോൾ വിഷമിക്കണ്ട, റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ ഫുഡ് ഉണ്ടാക്കി വെക്കാം. മീര, ഇതവളെ റൂമിൽ കൊണ്ടുവച്ചു. ഇത് കുറെ ഉണ്ടല്ലോ. ഇവളെന്താ സ്ഥിരതാമസത്തിന് വന്നതാ? നീ ചുമ്മാ സംസാരിക്കാതെ ഒന്ന് കൊണ്ട് വയ്ക്ക്. ഡി, നീ ഇതെവിടെ പോവാ? കുറച്ച് തുണി അലക്കാൻ ഉണ്ടായിരുന്നു, രാവിലെ തന്നെ ഇടാന്ന് വെച്ചു. ആ, ബെസ്റ്റ്. ഇവിടെ ഞങ്ങൾ തന്നെ കല്ലിലാ കഴുകുന്നത്. പിന്നെ ഈ ബെഡ്ഷീറ്റ് ഒക്കെയാ നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകുക. ലൈഫ് ലോങ് നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പ്രോമിസ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ടേ ഞാൻ എന്ത് വേണമെങ്കിലും കേൾക്കാം. നീ പറ. നിന്നെ പോലൊരു ഫ്രണ്ടിനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ, ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ എത്ര വരുമെന്ന് വല്ല ധാരണയുണ്ടോ? കുഴപ്പമില്ല, ഞാൻ കല്ലലക്കിക്കോളാം. ഇനിയിപ്പോ കുഴപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്രേ പറ്റുള്ളൂ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? അമ്മ, രാത്രി എന്താ കഴിക്കാൻ? അപ്പവും മുട്ടക്കറിയും. ഇന്നലെ അപ്പമായിരുന്നല്ലോ, ഇന്നും എന്താ അത് തന്നെ? അതെ മോളെ, അനന്യക്ക് അപ്പവും മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ അത് ഉണ്ടാക്കിയത്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇവിടെ അനന്യ മാത്രമേ ഉള്ളോ? ബാക്കിയുള്ളവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? എന്നും ഒരു അപ്പവും മുട്ട. ഇത്രയും നാളെ ഞാൻ നിങ്ങളുടെ ഇഷ്ടം നോക്കിയാലേ ഓരോന്ന് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ, ഇനിയും അങ്ങനെ തന്നെ മതി. അവൾ ഇവിടുത്തെ ഗസ്റ്റ് ഒന്നും അല്ലല്ലോ. മോനെ, അനന്യയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഇതാര് കുടിച്ച കപ്പാമ്മേ? അത് മോളെ, അനന്യ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഒരു കോള് വന്നു. അവള് പുറത്തേക്ക് പോയി, ചിലപ്പോ മറന്നുപോയി കാണും. ഇതെന്ത് സ്വഭാവം അമ്മേ? കുടിച്ച ചായ ഗ്ലാസ് പോലും കഴുകി വെക്കാത്തവളാ. ചുമ്മാ അല്ല ഭർത്താവ് എടുത്തിട്ടിരിക്കുന്ന. നീ എന്തുവാടി സംസാരിക്കുന്നത്? ഞാൻ പറയുന്നതാണോ പ്രശ്നം? അവള് കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലേ? എനിക്ക് അവളുടെ പിറകെ നടന്നേ അവളുടെ എച്ചിൽ പാത്രം പറക്കേണ്ട ഗതികേടൊന്നുമില്ല. ഇവളെന്താ ഇങ്ങനെ? അനന്യ ഒന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ലല്ലോ. എല്ലാം കണ്ടിട്ട് മിണ്ടാതെ നടക്കുകയാണ് മോനെ ഞാൻ. മീര പഴയ മീരയൊന്നും അല്ല ഇപ്പൊ. ഓരോ വാക്കിനും വാളിന്റെ മൂർച്ചയാണ്. എൻ്റെ മോള് നന്നായിട്ട് സഹിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്? എൻ്റെ കുഞ്ഞ് ആരോട് പോയി പറയാനാണ്? അവൾക്ക് എല്ലാരും സ്നേഹിക്കാൻ മാത്രമല്ലേ അറിയൂ. ഏട്ടാ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണം അടുത്ത ആഴ്ച. എനിക്കൊരു 2000 രൂപ ഒരു ഡ്രസ് എടുക്കാനായിരുന്നു.
നീ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നോ? എങ്കിൽ പിന്നെ ഏട്ടനോട് ഇങ്ങനെ പൈസ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മീര, നീ എന്തോന്നായി പറയുന്നേ? എവളെ എന്റെ അനിയത്തിയാണ്. എവളെ എന്നോടല്ലാതെ വേറെ ആരോടാ ചോദിക്കേണ്ടേ? തൽക്കാലം നീ ഇതിലൊന്നും ഇടപെടണ്ട കേട്ടോ. ഇടപെടാതെ പിന്നെ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പൈസ ചെലവാക്കുമ്പോ ഞാനല്ലാന്ന് പിന്നെ ആര് ചോദിക്കും? മതി, നിർത്ത്. ആവശ്യമില്ലാത്ത കാര്യം ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഞാൻ നിന്നെ വന്ന അന്ന് മുതൽ ശ്രദ്ധിക്കുക. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിച്ചേ? ഒന്നുമില്ലേലും എന്റെ ഏട്ടനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചല്ലേ ഞാൻ? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്തേ? എന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? നീ പറയുന്ന കേട്ടാ തോന്നും നീ എനിക്ക് എന്തോ വലിയ സഹായം ചെയ്ത പോലെ. ആരും കെട്ടാ നിന്ന നിന്റെ ചേട്ടനെ കൊണ്ടല്ലേ നീ എന്നെ കെട്ടിച്ചേ. അപ്പോ ആരും കെട്ടാത്ത നിന്റെ ചേട്ടനെ കെട്ടിയ ഞാനല്ലേ നിന്നെ സഹായിച്ചേ. നീ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. ചുമ്മാ എല്ലാ കാര്യത്തിനും ഇങ്ങനെ നിന്റെ ഏട്ടനോട് പൈസ ചോദിക്കുന്നതേ എനിക്ക് ഇഷ്ടമല്ല. മോളെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട. ഇവളെ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മീര, എന്താ ആകാശേട്ടാ? നിന്റെ തുണിയെല്ലാം പാക്ക് ചെയ്തോ? നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ? നമ്മളല്ല, നീ മാത്രം. ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. ആകാശേട്ടാ, ആകാശേട്ടാ, മിണ്ടിപ്പോരുത്. എടി, നീ ഒന്നുമില്ലെങ്കിലും വന്ന വഴി മറക്കാൻ പാടില്ലായിരുന്നു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവള്. അവള് കാരണമല്ലേ ആരും ഇല്ലാത്ത നിനക്ക് ഇത്രയും പേരെ കിട്ടിയത്. നിന്റെ സ്വഭാവം ഇത്രക്ക് ചീപ്പായിരുന്നു. ഓ, അപ്പൊ എന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണല്ലേ? കേസ് കൊടുക്കും ഞാൻ. കേസ് കൊടുക്കടി. എന്താന്ന് വെച്ചാ നീ ചെയ്. എനിക്ക് നിന്നെ വേണ്ട. കേസായാ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്, എന്റെ സ്വഭാവം മാറ്റിക്കാതെ. ഇതെന്താ മോളെ ബാഗൊക്കെ ആയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാണോ? അമ്മ പറഞ്ഞ ശരിയാ അമ്മേ. ഇവള് ഒരുപാട് അങ്ങ് മാറിപ്പോയി. ഇവള് ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ ഇവളുടെ അഹങ്കാരം കൂടും. അത് നമ്മൾ ഇനി സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനാ പറഞ്ഞ ഇവിടുന്ന് പൊയ്ക്കോളെ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനി എങ്ങോട്ട് ഇറങ്ങി പോണെന്നാ ചേട്ടൻ പറയുന്നത്? ചേട്ടൻ താലി കെട്ടിയ പെണ്ണല്ലേ അവള്? മീരെ, നീ എങ്ങോട്ടും പോകുന്നില്ല. റൂമിലോട്ട് പോ. മോളെ, ഇവള് എന്തൊക്കെ പറഞ്ഞെന്ന് നീ കേട്ടതല്ലേ? എന്നിട്ട് നീ വീണ്ടും അവൾ ഇവിടെ നിൽക്കാനാണോ പറയുന്നത്? അവൾ ഇനി എന്നോട് എന്ത് കാണിച്ചാലും അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല ചേട്ടാ. അതിനെ ഐ എം സോറി ഡി. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ലായിരുന്നു. നിന്റെ ഏട്ടൻ പറഞ്ഞ ശരിയാ. എനിക്കിവിടെ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ല. എനിക്കൊരു നല്ല ലൈഫ് കിട്ടിയപ്പോഴേ ഞാൻ കുറച്ച് സെൽഫിഷ് ആയി പോയിടി. ഞാനുള്ളപ്പോ നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടാൻ പോകുന്നില്ല. നീ വിഷമിക്കാതെ. കണ്ടോടി, കണ്ടു പഠിക്ക്. നീ അവളെ ഇത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അവസാനം അവളല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നുള്ളൂ. ഇതാണടി യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. സോറി ഡേ.